വായന മരിക്കുന്നുവെന്ന പതിവ് പല്ലവി സമൂഹത്തിൻ്റെ പല കോണുകളിൽ നിന്നും ആവർത്തിക്കപ്പെടുമ്പോഴും ഇല്ല, വായന മരിക്കുന്നില്ല, ജീവിക്കുകയാണെന്ന് തെളിയിക്കുകയാണ് ഈസ്റ്റളരിയിലെ ഗ്രന്ഥശാലകളിലൂടെ. ഈസ്റ്റളരി പഞ്ചായത്ത് ലൈബ്രറി കൗൺസിൽ നേതൃസമിതി പഞ്ചായത്തിലെ 13 വായനശാലകളിലൂടെ നടപ്പാക്കുന്ന അവധിക്കാല വായനാ ചലഞ്ചിലൂടെയാണ് ഇവിടെ വായനാ മാതൃക തീർക്കുന്നത്. കഴിഞ്ഞ മാസം 30-ന് ആരംഭിച്ച ചലഞ്ചിൽ പഞ്ചായത്തിലെ 400 വിദ്യാർത്ഥികളാണ് പേര് രജിസ്റ്റർ ചെയ്തത്. 20, 30, 50 എന്നിങ്ങനെ ഗോൾഡൻ, പ്ലാറ്റിനം, ഡയമണ്ട് എന്നീ ചലഞ്ചുകളിലൂടെയാണ് വിദ്യാർത്ഥികൾ വായനാമധുരം നുണയാനെത്തുന്നത്. വായിച്ചു തീർത്ത പുസ്തകങ്ങളുടെ ആസ്വാദനക്കുറിപ്പുകൾ തയ്യാറാക്കി ഇവർ അതാത് ലൈബ്രറികളിലെ ലൈബ്രറിയന്മാരെ ഏൽപ്പിക്കുന്നു. കുറിപ്പുകൾ പരിശോധിക്കാൻ ലൈബ്രറിയന് പുറമെ ഓരോ വായനശാലയിലും മെമ്പർമാരെയും നിയോഗിച്ചിട്ടുണ്ട്. ചലഞ്ച് 3 ആഴ്ചയാകുമ്പോഴേക്ക് തന്നെ 2 പേർ ചലഞ്ച് പൂർത്തിയാക്കുകയും ചെയ്തു. മെയ് 31-നാണ് ചലഞ്ച് അവസാനിക്കുക. വിജയികൾക്കെല്ലാം സർട്ടിഫിക്കറ്റുകളും സമ്മാനങ്ങളും നൽകും. വായന ചലഞ്ച് 2 ആഴ്ച പിന്നിട്ടപ്പോൾ തന്നെ കമ്പല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ്സുകാരി ദിയ MD 55 പുസ്തകങ്ങൾ വായിച്ച് ആസ്വാദനം തയ്യാറാക്കി ആദ്യ വിജയിയായി തീർന്നു. എങ്കിലും ദിയ വായന അവസാനിപ്പിച്ചിട്ടില്ല. ഇപ്പോഴും പുസ്തകങ്ങൾ വായിച്ച് ആസ്വാദനം തയ്യാറാക്കുകയാണ് ഈ കുട്ടി. കൊല്ലാട് EMS പഠന കേന്ദ്രത്തിൽ നിന്നാണ് പുസ്തകങ്ങൾ എടുക്കുന്നത്. വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മധു TR-ൻ്റെയും പ്രിയയുടെയും മകളാണ് ദിയ. വായന ചലഞ്ചിൽ 3 ആഴ്ച കൊണ്ട് 50 പുസ്തകങ്ങൾ വായിച്ച് ആസ്വാദനം തയ്യാറാക്കിയാണ് ചെറുപുഴ സെൻറ് മേരീസ് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ദേവനന്ദ KV ചലഞ്ച് പൂർത്തിയാക്കിയത്. ആയന്നൂർ യുവശക്തി പബ്ലിക് ലൈബ്രറിയിലെ മികച്ച വായനക്കാരിയാണ് ദേവനന്ദ. KSRTC ഡ്രൈവർ KV മധുസൂദനൻ്റെയും ഇറിഗേഷൻ വകുപ്പ് ജീവനക്കാരി സിന്ധു KBയുടെയും മകളാണ്. 51 പുസ്തകങ്ങൾ വായിച്ചാണ് ചെറുപുഴ JM UP സ്കൂളിലെ നന്ദന ഷിജു ചലഞ്ച് പൂർത്തിയാക്കിയത്. ആയന്നൂർ വായനശാലയിലെ മികച്ച വായനക്കാരിയാണ്. ആയന്നൂരിലെ ഷിജു KM, ഷൈനി എന്നിവരുടെ മകളാണ്. വായന ചലഞ്ചിനൊപ്പം അവധിക്കാല വായനശാലയൊരുക്കിയാണ് ആയന്നൂർ യുവശക്തി വായനശാല വിദ്യാർത്ഥികൾക്ക് പുസ്തക കൂട്ടൊരുക്കുന്നത്. പുസ്തക വിതരണം, ക്ലാസിഫിക്കേഷൻ, ഡാറ്റ എൻട്രി, പ്രതിമാസ പരിപാടികൾ, ബാലവേദി പ്രവർത്തനങ്ങൾ എന്നിവയും ഇവിടെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് നടത്തുന്നത്.